നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ പവർ ടു ദ പീപ്പിളിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇത് USS എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ USS എക്സാമിന് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി അവർ എക്സാം എഴുതുന്നത് മലയാളം മീഡിയത്തിലായിരിക്കും അല്ലേ. അതുകൊണ്ട് ഞാൻ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് USS എഴുതാൻ പോകുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മലയാളം മീഡിയത്തിലുള്ളതാണ് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ. ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭ നഗരങ്ങളിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വാർഡ് സഭ. ഇതാണ് വാർഡ് സഭ. ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസഭ എന്നും നഗരങ്ങളിൽ വാർഡ് സഭ എന്നും അറിയപ്പെടുന്നു. എത്ര മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്? 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ. ഇനി ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കൺവീനർ വാർഡ് മെമ്പറാണ് കൺവീനർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമസ്വരാജ് എന്ന ആശയം ആരുടേതാണ്? ഗ്രാമസ്വരാജ് ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ഗ്രാമസ്വരാജ്. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് ഗാന്ധിജി കൊടുത്ത നിർവചനം എന്താണ്? സ്വയം ഭരണ ഗവൺമെന്റ്. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് ഗാന്ധിജി കൊടുത്ത നിർവചനമാണ് സ്വയം ഭരണ ഗവൺമെന്റ്. താഴെ പറയുന്നവയിൽ ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്താനുള്ള ഒരു മാർഗം ഏതാണ്? അധികാര കേന്ദ്രീകരണം, അധികാര വികേന്ദ്രീകരണം. ഏതാണ് ആൻസർ? അധികാര വികേന്ദ്രീകരണമാണ് ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്താനുള്ള ഒരു മാർഗം. അടുത്തത്, പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് പഞ്ച, ആയത് എന്നീ 2 പദങ്ങളിൽ നിന്നാണ്. ഈ പദങ്ങൾ ഏത് ഭാഷയിലുള്ളതാണ്? ഏത് ഭാഷയിലാണുള്ളത്? സംസ്കൃത ഭാഷയിലാണ് കേട്ടോ. പഞ്ച, ആയത് എന്നീ 2 പദങ്ങളിൽ നിന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. ഈ 2 ഭാഷകളും പഞ്ചയും ആയതും ഇത് 2 സംസ്കൃത പദങ്ങളാണ്. പഞ്ച എന്നുള്ളതിൻ്റെ മീനിങ് 5 എന്നാണ്. ആയത് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? യോഗം എന്നുള്ളതാണ് ആയത് എന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് 2 സംസ്കൃതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു ആണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 40 പഞ്ചായത്തിന്റെ രൂപീകരണം. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കമ്മിറ്റികൾ ഏതെല്ലാം? നമുക്ക് ഈ യൂണിറ്റിൽ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. വേറെയും കുറേ കമ്മിറ്റികളുണ്ട്. അപ്പോൾ ആ 2 കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിലവിൽ വന്നത് 1957 അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വന്നത് 1978 57-78. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ഫസ്റ്റ് വന്നത്, അത് 1957. അതിനുശേഷം വന്നതാണ് അശോക് മേത്ത കമ്മിറ്റി, അത് 1978. ത്രിതല സംവിധാനം പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ത്രിതല സംവിധാനം ശുപാർശ ചെയ്ത്. ത്രിതല സംവിധാനം എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന് 3 തലങ്ങളുണ്ട്, അങ്ങനെയല്ലേ നമുക്ക് അർത്ഥമാക്കുന്നത്? 3 തലങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ തലങ്ങൾ? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. അടുത്തത്, ദ്വിതല സംവിധാനം പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് ദ്വിതല സംവിധാനം ശുപാർശ ചെയ്തത്. ഏതൊക്കെയാണ് ദ്വിതല സംവിധാനം? ദ്വിതല സംവിധാനം എന്ന് പറയുമ്പോൾ 2 തലങ്ങളുണ്ട്. ഏതൊക്കെയാണ് 2 തലങ്ങൾ? മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവയാണ് ദ്വിതല സംവിധാനം. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഏതു തരം തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത്? ഏത് തരം തെരഞ്ഞെടുപ്പാണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, പരോക്ഷ തെരഞ്ഞെടുപ്പ്. ഇത് 2ആണ് ഓപ്ഷൻസ്. ഇതിൽ ഏത് തെരഞ്ഞെടുപ്പാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത്?
പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഇലക്ഷന്. അപ്പോൾ അവിടെ നടക്കുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. അതായത് പൊതുജനങ്ങൾ ഡയറക്റ്റായിട്ട് അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ഈ പഞ്ചായത്ത് രാജ് എന്ന സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാൻ. എന്നാണ് നിലവിൽ വന്നത്? രാജസ്ഥാനിൽ 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറയുന്ന ജില്ലയിൽ, ഏതാണ്? നാഗൂർ. രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ മിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ ആണല്ലോ. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന വർഷങ്ങളുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. അതായത് ആദ്യം വന്നത്, പിന്നെ രണ്ടാമത് വന്നത്, മൂന്നാമത് വന്നത്, നാലാമത് വന്നത് എന്നിങ്ങനെ ആ ചെറിയ വർഷത്തിൽ നിന്ന് വലിയ വർഷത്തിലേക്ക് ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? തമിഴ്നാട്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 4 സ്റ്റേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം വന്നത് എവിടെ, രണ്ടാമത് വന്നത് എവിടെ, മൂന്നാമത് വന്നത് എവിടെ, നാലാമത് വന്നത് എവിടെ, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്രമീകരിക്കാനുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞു ആദ്യം വന്നത് എവിടെയാണ് എന്നുള്ളതും വർഷവും അത് ആര് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതും എവിടെയാണ് വന്നതെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ആദ്യം വന്നത് രാജസ്ഥാനിലാണ് ആണല്ലോ, രണ്ടാമത് ആന്ധ്രാപ്രദേശിൽ, മൂന്നാമത് തമിഴ്നാട്, നാലാമത് പശ്ചിമ ബംഗാൾ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ പറയും നിങ്ങൾ? ആന്ധ്രാപ്രദേശ് പറയണം കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ, നമ്മുടെ സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ. പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി എത്രയാ? 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടത്. നഗരപാലികാ നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 74ാം ഭരണഘടനാ ഭേദഗതി. 74ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നഗരപാലികാ നിയമത്തിൽ 2 തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. അവ ഏതൊക്കെയാ? നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ എന്നിങ്ങനെ 2 തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് 74ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് മുനിസിപ്പാലിറ്റി ആക്ട് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട്. ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. അതിൽ നമ്മുടെ കേരളത്തിൽ മുനിസിപ്പൽ കൗൺസിലിനെ മുനിസിപ്പാലിറ്റി എന്നും നഗർ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നും അറിയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, മുനിസിപ്പൽ കൗൺസിലിനെ മുനിസിപ്പാലിറ്റി എന്നും നഗർ പഞ്ചായത്തിനെ കോർപ്പറേഷൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും അല്ല, അവിടെ പറയുന്നത് മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും എന്നാണ്. അപ്പം മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കൗൺസിലും പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ മലയാളം മീഡിയത്തിൽ നഗർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനും മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് നിയമത്തിൽ 3 തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അത് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 73-74 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് വർഷമാണിത് നടപ്പിലാക്കിയത്? ആൻസർ ജനകീയാസൂത്രണം. വർഷം 1996. 73-74 ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയെന്നാണ് 1992 ഇത് നടപ്പിലാക്കിയത്. അപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കിയത് 1996. അതറിയപ്പെടുന്നത്, ഈ അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ നടപ്പിലാക്കി അതറിയപ്പെടുന്നത് ജനകീയ ആസൂത്രണം എന്നാണ്. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലേ? പഞ്ചായത്ത് രാജ് എന്ന ആശയം ആരുടേതാണ്? അത് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. പഞ്ചായത്ത് രാജ് എന്ന ആശയം ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ ആശയം മഹാത്മാഗാന്ധിയുടേത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ സംവരണം എത്ര ശതമാനമാണ്? 50%.
ആദ്യം കേരളത്തിൽ സ്ത്രീ സംവരണം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ സംവരണം എന്ന് പറയുന്നത് 33% പിന്നീട് കേരളം പിന്നെ അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്സ് അവരുടെ സ്ത്രീ സംവരണം ഉയർത്തി 50% ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും 50% സ്ത്രീ സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലില്ല. 33% സ്ത്രീ സംവരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 33% സ്ത്രീ സംവരണം ഉണ്ട്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ 50% സ്ത്രീ സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതത്തിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള പദ്ധതികൾക്ക് എത്ര ശതമാനം തുകയാണ് മാറ്റിവെക്കുന്നത്? 10%. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പദ്ധതികൾക്ക് പദ്ധതി വിഹിതത്തിൽ എത്ര തുകയാണോ അതിൻ്റെ 10% തുക മാറ്റിവെക്കണം. അത് കമ്പൾസറിയാണ്. ഒരു ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഗ്രാമങ്ങളാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഇനി മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്താനുള്ള ഒരു മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. നേരത്തെ നമ്മൾ എഴുതിയതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പവർ ടു ദ പീപ്പിൾ എന്ന് പറയുന്ന ആ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്.